അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ അൽ അഖ്സ പള്ളിയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലികളുടെ അതിക്രമം. ജൂതരുടെ വാർഷിക നോമ്പ് ദിനമായ തിശാ ബിഅവിന്റെ ഭാഗമായിട്ടാണ് ആയിരക്കണക്കിന് ആളുകൾ അൽ അഖ്സ പള്ളിമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറിയത്. തീവ്ര വലതുപക്ഷക്കാരനും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗിറിന്റെ നേതൃത്വത്തിലാണ് പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറുകയും പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്തത്. ജൂതരുടെ മതപരമായ ആചാരങ്ങൾ ഇവിടെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും അതിക്രമകാരികൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുകയാണ് ഇസ്രായേലി പോലീസ് ചെയ്തത്. ഇസ്ലാമിലെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലവും ഫലസ്തീൻ ദേശീയ സ്വത്വത്തിന്റെ പ്രതീകവുമാണ് അൽ അഖ്സ പള്ളി. ഹമാസിനെ പരാജയപ്പെടുത്തുമെന്ന് പ്രാർത്ഥനയ്ക്കിടെ ചിത്രീകരിച്ച വീഡിയോയിൽ മന്ത്രി ബെൻഗിർ പറയുന്നുണ്ട്. ജൂതരെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് പ്രാപ്തമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ നേതൃത്വത്തിൽ ജൂതസ്തുതികൾ ആലപിച്ചതായി ഈ പ്രദേശത്തിന് സംരക്ഷകനായ ജോർദാൻ വഖഫ് പ്രതിനിധികൾ അറിയിച്ചു. മന്ത്രി ബെൻഗുർ പള്ളിയിലെ തൽസ്ഥിതി നിലനിർത്തുന്നതിന് പകരം ജൂത ദൗത്യത്തിന് നേതൃത്വം നൽകുകയും പള്ളിയിലെ നിലവിലെ സ്ഥിതിഗതികൾ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തതായും അധികൃതർ കുറ്റപ്പെടുത്തി. ഇസ്രായേൽ മന്ത്രി യിൽസാക് വാസർലോഫും ഇസ്രായേലി സെനറ്റിലെ മറ്റംഗങ്ങളും ഇവിടേക്ക് എത്തിയതായാണ് റിപ്പോർട്ട്. കൂടാതെ അതിക്രമകാരികൾ ഇസ്രായേലി പതാക സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ മുസ്ലിം വിശ്വാസികളെ പള്ളിക്കകത്തേക്ക് കടക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ പോലീസ് തടയുകയും ചെയ്തു. അതേസമയം ബെൻഗുറിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നു. മന്ത്രിമാർക്ക് സ്വന്തമായി നയങ്ങൾ രൂപീകരിക്കാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ടെമ്പിൾ മൗണ്ടിലെ ഇസ്രായേലിൻ്റെ നയം മാറിയിട്ടില്ല, അത് നിലവിലുള്ളതുപോലെ തുടരുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. കൂടാതെ ഇസ്രായേലി പ്രതിപക്ഷവും തീവ്ര ഓർത്തഡോക്സ് കക്ഷികളും ബെൻഗുറിനെതിരെ രംഗത്ത് വന്നു. മതപരമായ കാരണങ്ങളാൽ അൽ അഖ്സ പള്ളിയിലേക്ക് പ്രവേശിക്കരുതെന്നാണ് ഇവരുടെ നിലപാട്. ബെൻഗുറിന്റെ പ്രസ്താവന ഇസ്രായേലി പൗരന്മാരെയും സൈന്യത്തെയും അപകടത്തിലാക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് പറഞ്ഞു. ഭരണകൂടത്തിലെ നിരുത്തരവാദികളായ ഒരു കൂട്ടം തീവ്രവാദികൾ ഇസ്രായേലിനെ പ്രാദേശിക യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂലൈ 18-നും ബെൻഗുറിന്റെ നേതൃത്വത്തിൽ കുടിയേറ്റക്കാർ അൽ അഖ്സ മസ്ജിദിലേക്ക് അതിക്രമിച്ചു കയറിയിരുന്നു. കൂടാതെ അൽ അഖ്സ പള്ളി ഇമാമും പ്രമുഖ പണ്ഡിതനുമായ ഷെയ്ഖ് ഇക്രിമ സാബ്രിയെ ഇസ്രായേൽ പോലീസ് ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ജുമാ പ്രസംഗത്തിൽ പ്രകീർത്തിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. വെസ്റ്റ് ബാങ്കിലും ചൊവ്വാഴ്ച നിരവധി ഇസ്രായേലികൾ ജൂത വിശ്വാസ ദിനത്തിന്റെ ഭാഗമായി റാലികൾ നടത്തുകയും ഫലസ്തീനികൾക്ക് നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുടിയേറ്റക്കാർ മതപരമായ ദിനങ്ങളെ ഫലസ്തീൻ ഭൂമി കയ്യേറാനുള്ള അവസരമാക്കി മാറ്റുകയാണെന്ന് റാമലയിൽ നിന്ന് അൽ ജസീറയുടെ നിദ ഇബ്രാഹിം റിപ്പോർട്ട് ചെയ്യുന്നു. സമൂഹം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുടിയേറ്റ അധിനിവേശമാണ് നടന്നതെന്നും ഇത് പതിവായി മാറിയെന്നും ഗ്രാമത്തിലുള്ളവർ പറഞ്ഞതായും നിദ ഇബ്രാഹിം വ്യക്തമാക്കി. ഒക്ടോബർ 7-ന് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റക്കാരും പോലീസുമെല്ലാം വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. ഇതുവരെ 145 കുട്ടികളടക്കം 624 പേർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ അതോറിറ്റി അറിയിച്ചു. കഴിഞ്ഞ 10 മാസത്തിനിടെ ആയിരക്കണക്കിന് പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കൂടാതെ വീട് നശിപ്പിച്ചതുമൂലം നിരവധി പേർ കുടിയിറക്കപ്പെടുകയും ചെയ്തു. സംഘർഷങ്ങൾക്കിടെ 12 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 18 ഇസ്രായേലികളും ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്.